ബഹുമാനപ്പെട്ട ശൈഖുനാ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ പോലുള്ള ശിഷ്യന്മാരുള്ള ആ ബഹുവന്ദ്യനായ ബഹറുൽ ഉലൂം അവിടുത്തെ സബക്കിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതേ മല പോലുള്ള ആലിമീങ്ങള് അവരാണ് മുന്നിലിരിക്കുന്നത്. അവരോടൊരു ചോദ്യം. എന്താണ് ചോദ്യം എന്നറിയോ? ഞാനൊരു നജസ് പറയാം, ആ നജസ് ഏതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. എന്താ നജസിന്റെ പ്രത്യേകത? ആ നജസ് കഴുകേണ്ടതില്ല, ആ നജസിന് വെള്ളം ഉപയോഗിക്കേണ്ടതില്ല. ഇങ്ങനെ വെള്ളം ഉപയോഗിക്കേണ്ടതില്ലാത്ത ഒരു നജസ് പറയാവോ? അത് ശുദ്ധീകരിക്കാൻ വെള്ളം ഉപയോഗിക്കേണ്ടതില്ല, അങ്ങനെയുള്ള ഒരു നജസ് പറയാവോ എന്ന് ബഹറുൽ ഉലൂം ചോദിക്കുമ്പോൾ ശിഷ്യന്മാര് ആരോ പറഞ്ഞു, 2 വയസ്സ് പ്രായമാവാത്ത പാലല്ലാതെ മറ്റൊന്നും കുടിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം എന്ന് പറഞ്ഞപ്പോഴേക്കും ബഹറുൽ ഉലൂം പറഞ്ഞു, അവിടെയും വെള്ളം കുടയേണ്ടതുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് വെള്ളം തീരെ ഉപയോഗിക്കേണ്ടതില്ല, അങ്ങനെയുള്ള ഒരു നജസ് പറയാവോ? ഇത് പറഞ്ഞപ്പോ ആരും മിണ്ടുന്നില്ല. ആശ്ചര്യത്തോടെ ശൈഖുനാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, മക്കളെ, സ്വാദിഖുൽ വസ്തൂക്ക് പറഞ്ഞില്ലേ, ബാല ശൈത്വാനു ഫീ ഉദ്നൈഹി. സുബ്ഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന ആളുടെ 2 ചെവിയിലും ശൈത്വാന് മൂത്രമൊഴിക്കും. അപ്പൊ ഒരു ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, അതൊരു ആലങ്കാരിക പ്രയോഗമല്ലേ? അവിടെ ഒരു മൂത്രം ഒഴിക്കലൊക്കെ ഉണ്ടോ? അതൊരു ആലങ്കാരിക പ്രയോഗമല്ലേ? ഉസ്താദ് പറഞ്ഞു, അല്ല, സാദിഖുൽ മസ്തൂഖ് ബാലാന്ന് പറഞ്ഞെങ്കിൽ, ബാല ശൈത്വാനു ഫീ ഉദ്നൈഹി എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ശൈത്വാനുമുണ്ട്, മൂത്രവുമുണ്ട്, മൂത്രമൊഴിക്കലുമുണ്ട്, അതൊക്കെയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് പറയാ.